ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കിഴങ്ങ് വെച്ചിട്ടൊരു ഐറ്റം. ഇനി എന്ത് പേരിടണമെന്നൊന്നും അറിയത്തില്ല, ഞാൻ തന്നെ കണ്ടുപിടിച്ചാണ്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയിട്ട് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് ഉടച്ചെടുക്കണം. ഒരു തരി പോലും പാടില്ല. അതുപോലെ നമുക്ക് എല്ലാം ഇങ്ങനെ ഉടച്ചെടുക്കണം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഇടുന്ന മൈദാമാവാണ്. അപ്പോൾ മൈദാമാവൊക്കെ ഞാൻ എല്ലാം ഒരു കണക്കിനായിട്ട് ഇടുന്നത്. പിന്നെ കുറച്ച് കോൺഫ്ലവർ കൂടി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എന്തോരം വേണേലും ഇടാൻ കേട്ടോ, ഒത്തിരി കൂടെ ഇടുന്നത് അത്യാവശ്യം കുറച്ചൊക്കെ. പിന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്, മല്ലിയില ഇതിലെ മെയിൻ ഐറ്റം കേട്ടോ. ഈ മല്ലിയില എന്ന് പറയുന്നത് മല്ലിയിലയും ചില്ലി ഫ്ലേക്സ് ഇതിലെ മെയിൻ ഐറ്റമാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. ഇതിനകത്തോട്ട് ഞാൻ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ചുകൂടി മല്ലിയില ആഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ച് ഇത് കണ്ടില്ലേ, ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല കുഴയ്ക്കാൻ വേണ്ടി, കാരണം കിഴങ്ങിന്ന് ഓൾറെഡി നമ്മൾ വെള്ളം ഇറങ്ങിക്കോളും. അപ്പം നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയിട്ട് ഞാൻ ഇത് കണ്ടില്ലേ, ഇതുപോലൊരു നമുക്ക് പേടമുട്ടായൊക്കെ കിട്ടത്തില്ലേ, അതുപോലെ ഒരു ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇന്ന് റൗണ്ടല്ലേ, അതൊന്ന് മാറ്റി പിടിച്ചാൽ. എന്നിട്ട് എല്ലാം അതുപോലെ തന്നെ ഷേപ്പാക്കി ഇങ്ങനെ ആ പേടയുടെ ഒരു നടുക്ക് പിടിച്ച് അങ്ങനെ ആക്കി കൊടുക്കും. അപ്പം കണ്ടില്ലേ, സെറ്റായി വരും കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം ഉരുട്ടി സെറ്റാക്കി എടുക്കാം. ഭയങ്കര സിമ്പിളാണ് കേട്ടോ, വേറെ പണിയൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ കാണുന്ന ഐറ്റം തന്നെയല്ലേ എല്ലാം ഉള്ളൂ. അപ്പോൾ കണ്ടില്ല, എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് സെറ്റാക്കുന്ന ഒരു സമയത്തിന് നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം സബ്സ്ക്രൈബിൻ്റെ കാര്യം മറക്കരുത്. എന്നിട്ട് നമ്മളിതെല്ലാം ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു അടിപൊളി ടേസ്റ്റ് കേട്ടോ, ഒരു മസ്റ്റായി സംഭവം തന്നെയാണ്. അതുപോലെ ടേസ്റ്റ് കേട്ടോ. കിഴങ്ങ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഇഷ്ടപ്പെട്ടു പോകും, അതുപോലത്തെ ഐറ്റമാണ്. എന്നിട്ട് നമ്മുടെ ഒരു സൈഡ് സെറ്റായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡ് നല്ല സെറ്റാക്കി മൊരിച്ചെടുക്കാം. ഇത് എത്ര എണ്ണം വേണമെങ്കിലും നമ്മൾ കഴിക്കട്ടോ, കഴിച്ചുകൊണ്ടേ ഇരിക്കുക. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്, ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ് ഇത്. നമുക്ക് മടുപ്പേ തോന്നത്തില്ല, അത് കഴിച്ചുകൊണ്ടേ ഇരിക്കും. കണ്ടില്ലേ, അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് നല്ല മൊരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മളെല്ലാം കോരി മാറ്റുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ല മൊരിച്ച് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്ത് സെറ്റാക്കി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രസമില്ലേ കാണാൻ വേണ്ടി, സൂപ്പറാണ്. അപ്പോൾ ഇതിന് സോസ് ഒന്നും വേണമെന്നില്ല കേട്ടോ കഴിക്കണമെങ്കിൽ, ഇങ്ങനെ തന്നെ കഴിക്കാൻ അടിപൊളിയാണ്. ഞാൻ സോസ് കൂട്ടാണ്ടാണ് കഴിച്ചത്. കണ്ടില്ലേ, സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്, മസ്റ്റ് ചെയ്യാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.